നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ 16ാമത് ജില്ലാ സമ്മേളനമാണ് ഈ ജനുവരി 1, 2, 3 തീയതികളിൽ നടക്കുന്നത്. ആദ്യത്തെ ജില്ലാ സമ്മേളനം 1971 നവംബർ 18, 19, 20 തീയതികളിൽ തിരൂരിൽ വെച്ചാണ് നടന്നത്. താനൂരിൽ ആദ്യമായിട്ടാണ് പാർട്ടി ജില്ലാ സമ്മേളനം നടത്തുന്നത്. 18 ഏരിയ സമ്മേളനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട 332 പ്രതിനിധികളും പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ 38 സഖാക്കളും അടക്കം 370 പ്രതിനിധികളാണ് ഈ 3 ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജയരാഘവനാണ്. 3-ാം ദിവസം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബഹുജന റാലി, ആ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിലുടനീളം വിജയരാഘവൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള 8 ഉപരി കമ്മിറ്റി സഖാക്കൾ പങ്കെടുക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ 4 പേർ, സഖാവ് വി. പി. ജയരാജൻ, വി. കെ. ശ്രീമതി ടീച്ചർ, ഇളമരം കരീം, പി. സതീദേവി. അതിനു പുറമെ പാർട്ടി സെൻട്രലിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി. കെ. ബിജു, അതുപോലെ റിയാസ്, എം. സ്വരാജ്, ഇങ്ങനെ 8 പേരാണ് സമ്മേളനത്തിലുടനീളം പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം 1-ാം ദിവസം രാവിലെ 9:30 മണിക്ക് ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടിക്കകത്തെ ഏറ്റവും മുതിർന്ന പാർട്ടി സഖാവായ മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിർണായകമായ പങ്ക് വഹിച്ച സഖാവ് പാലോടിയാണ് സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിനിധി ഹാളിൻ്റെ മുമ്പിൽ രാവിലെ 9:30 മണിക്ക് പതാക ഉയർത്തുന്നത്. അതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സമ്മേളനത്തിൻ്റെ അജണ്ട 1-ാമത്തെ ദിവസം ഉച്ചവരെ 12:30 വരെ ഉദ്ഘാടന സമ്മേളനം. 10 മണിക്ക് ഉദ്ഘാടനം ആരംഭിക്കും. 12:30 വരെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പരിപാടികളാണ്. പത്രക്കാർക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന ജില്ലയിലെ പ്രവർത്തകരുമൊക്കെ പങ്കെടുക്കുക ആവുന്ന രൂപത്തിൽ, പ്രതിനിധികൾ മാത്രമല്ല പത്രക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ പങ്കെടുക്കാം ഉദ്ഘാടന സമ്മേളനത്തിൽ. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അത് സംഘടനാ സമ്മേളനമായി മാറും. 1-ാമത്തെ ദിവസം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. കഴിഞ്ഞ 3 വർഷക്കാലം പാർട്ടി കോൺഗ്രസ് കൊച്ചിയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം, തിരൂരിൽ നടന്ന ജില്ലാ സമ്മേളനം, ആ 3 പാർട്ടി കോൺഗ്രസും സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും തീരുമാനിച്ച രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു, നടപ്പിലാക്കിയതിൽ സംഭവിച്ച പോരായ്മകളെന്ത്, ദൗർബല്യങ്ങളെന്ത്, പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൻ്റെ വിപുലീകരണം സംബന്ധിച്ചുമൊക്കെ വിശദമായി പരിശോധിക്കുന്ന റിപ്പോർട്ടാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ചർച്ച ഉന്നയിക്കുക നീണ്ടു നിൽക്കും.